എല്ലാവർക്കും എത്ര ആളും കിട്ടിച്ചു പറ്റില്ല ഈ ബാക്കി കിട്ടിയത്. ഈ ബാക്കി ഇപ്പൊ ആടെ നമ്മളെ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായാണ്. ഇപ്പൊ തീർന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് വാർന്ന് ഈ ബാക്കി ഇങ്ങനെ തന്നെ പറഞ്ഞു. ഈ രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്ന് മറ്റേ 15-ാം തീയതി കുറ്റിയടിക്കാൻ വരുന്നു. ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് മറ്റുള്ള ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പണികൾ തുടങ്ങി പട്ടണത്തിൽ തീർച്ചയായും ഓർക്ക് നിന്റെ വാക്ക് കൊടുത്ത് ഓർ തീർക്കണം. ആ കാട ഇത് കൈയെല്ലാം കൊത്തി ക്ലിയറാക്കിയിട്ടുണ്ട്. ഏത് മലയുള്ള മുറിച്ച് സ്ഥലം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എന്നെ വയ്ക്കുന്നത് ഇപ്പൊ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ ആടെ കാണും. രണ്ട് സാധനം കിട്ടിക്കോട്ടെ, നല്ലതാണ്. അതിൽ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളപ്രചരണം നടത്തിയാൽ രണ്ടും മുടങ്ങുമല്ലോ. അതുകൊണ്ട് സമൂഹത്തിന് സത്യാവസ്ഥ മനസ്സിലാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ പറഞ്ഞതാണ്. ബറാഅത്തിന്റെ നാളുമാണ്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഏതായാലും അവര് മരണപ്പെട്ട് കഴിഞ്ഞു, നിങ്ങളോട് ചോദിക്കേണ്ടതില്ല. പിന്നെ ഈ കാര്യം വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വിഷമല്ലേ? അവര് മരിച്ചും കഴിഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ആളുകൾ കള്ളപ്രചരണം നടത്തുന്നു. അപ്പൊ അവരുടെ ഭാര്യക്കും കുഞ്ഞിനും ഇത് അറിയണ്ട. ഞാനൊന്നിത് പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് മരിച്ചവര് ബേജാറെന്നെങ്കിൽ ഒരു ബേജാറുള്ള ഇപ്പൊ ഉസ്താദം ചെയ്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വാട്സപ്പിൽ തന്നെ പറഞ്ഞു മരിച്ച ബേജാറില്ല. അതിനും കാണിച്ചിരുന്ന ബേജാറ് ഇപ്പൊ ഉസ്താദിന് ഇങ്ങനത്തെ ഒരു എപ്പിസോഡിനെതിരെ ഇങ്ങനെ കള്ളപ്രചരണം നടത്തുമ്പോ അതല്ലേ ഭയങ്കര ഒരു സങ്കടം. വലിയ സങ്കടം ഞാൻ വിചാരിക്കേണ്ടത് നമ്മളെ മകനെ കാണി വലിയ സങ്കടം വിചാരിക്കേണ്ടത് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തില്ല.